ഏതെങ്കിലും വിധേന ആരെങ്കിലുമൊക്കെ ഇനി സഹായിച്ചാലേ നടക്കുള്ളൂ. അല്ലാതെ അവരുടെ ജീവിതം മുമ്പോട്ട് പോലെ ഈ കുട്ടിയുടെ വിവാഹം നടത്തണമെങ്കിലും നല്ല ഭാരിച്ച ചെലവുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പറയാം. നേരത്തെ നമ്മുടെ ഈ റോഡിലൊക്കെ ചെറിയ ചെറിയ അമ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഈ തീരദേശ റോഡുകളൊക്കെ ഫുള്ള് ഒരു അമ്പ് പോലും ഇല്ലാതെ അമ്പൊക്കെ എല്ലാം എടുത്തു കളഞ്ഞ് ഈ ഫുള്ള്, അതായത് ഒരു മണൽ പോലും ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഒന്നും ഒരു ചവിട്ടൊക്കെ ഇല്ല, വെച്ചങ്ങ് കത്തിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങുന്ന ടൂ വീലർ വാഹനങ്ങൾ എന്ന് വെച്ചാൽ പഴയ മോഡലൊന്നും അല്ല, എല്ലാം കൈ വെച്ചാൽ മതി പവറിൽ അങ്ങ് നിൽക്കുകയാണ്. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടം കൂടണമല്ലാതെ കുറയില്ല. അതിനൊരു നിയന്ത്രണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അല്ലെങ്കിൽ തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 ജീവനുകൾ നഷ്ടമായി. രാഹുൽ എന്ന വിദ്യാർത്ഥിക്കും നവാസ് എന്ന വ്യക്തിക്കുമാണ് ജീവൻ നഷ്ടമായത്. നവാസിനെ സംബന്ധിച്ച് അടുത്ത മാസം മകളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് കുടുംബത്തെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു എവിടെ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്? എങ്ങനെയായിരുന്നു അപകടം? പുതുക്കുറിച്ചി, അതായത് നവാസ് ഈ ആക്സിഡന്റ് നടന്നതിന്റെ ഒരു 50-60 മീറ്റർ അകലെ ഒരു ചായക്കട ഇട്ടിട്ടുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് 3 മണിയായപ്പോഴത്തേക്ക് കച്ചവടം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഇറങ്ങി വരുന്ന മദ്യമായിരുന്നു. ഈ രാഹുൽ എന്ന് പറയുന്ന പയ്യൻ വർക്കലയിൽ നിന്ന്, മുതലപ്പൊഴി വർക്കലയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അപ്പം ഈ നവാസിന്റെ വീടെന്ന് പറയുന്നത് അവിടെ ഒരു വയ്യമ്മ വായനശാലയുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നടപാതയുണ്ട്. അങ്ങോട്ട് കയറാൻ വേണ്ടി തിരിഞ്ഞ മട്ടമാണ് ഈ വണ്ടി നല്ല സ്പീഡിൽ വന്നിടിച്ച് നവാസിനെ തെറിപ്പിക്കുന്നു. ഈ വണ്ടിയുടെ ബൈക്കിൽ വന്ന രാഹുലും മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ചു വീഴുന്നു. അതാണ് സംഭവിച്ചത്. എന്നിട്ട് രണ്ടുപേരെയും ഉടൻ തന്നെ, ഉടൻ വെച്ചാൽ വണ്ടി കിട്ടാത്തൊരു താമസിച്ച് പെട്ടെന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്ന് ഒരു സ്വകാര്യ ആംബുലൻസ് വിളിച്ചു വരുത്തിച്ച് രണ്ടുപേരെ ഒരു ആംബുലൻസ് തന്നെ കയറ്റി ഏതാണ്ട് ഒരു 3:10 രണ്ടുപേരും മരിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അപകടം നടന്നത് പകലായിരുന്നു. പകല് 3 മണിക്ക്. സ്ഥിരം നവാസ് വൈഫും കൂടെ ആയിട്ട് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് കട തുറക്കും. ഇതേപോലെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ അടയ്ക്കും. അടച്ചിട്ട് വരുന്ന മദ്യമാണ്. മകളുടെ കല്യാണം നവംബർ 2-ാം തീയതിയാണ് വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്ത് ജോലിയായിരുന്നു നവാസിക്ക്? ഇത് തന്നെ, നേരത്തെ ഗൾഫിൽ പോയി വലിയ നേട്ടമൊന്നുമില്ല. അവിടെ നിന്ന് കടന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇവിടെ വന്ന് ഇപ്പൊ ഈ ഒരു ചെറിയൊരു കടയിട്ട് പിന്നെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. പുള്ളി മരണപ്പെടുകയും ചെയ്തത്. എന്നാൽ നല്ല 2 മക്കളുണ്ട് പഠിക്കുന്ന. അതായത് മൊത്തം 3 മക്കൾ, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. 2 മക്കള് ഒന്നെങ്ങൻ്റെ +2 പഠിക്കണം, ഒന്ന് ടീച്ചറിനെങ്ങൻ്റെ പഠിച്ച് പാസ്സായി നിൽക്കുകയാണ്. മറ്റേ പയ്യൻ +1 എങ്ങൻ്റെ പഠിക്കുകയാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. വേറെ വരുമാനമില്ല. കാര്യം അമ്മ എന്ന് പറയുന്ന വീടുമായിട്ട് ഇങ്ങനെ പിള്ളേരെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതാണ്. അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സിഡന്റ് ആണല്ലോ, പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല. റിപ്പോർട്ടിന് 2-3 ദിവസം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ, ഒരാഴ്ച പിടിക്കും. അപ്പോൾ മരണ കാരണമായത് ശരിക്കും മുറിവ് തലയ്ക്കാണ്. നവാസിന്റെ തല പൊട്ടി, ഇവിടെ പൊട്ടി, ബാക്ക് അടിച്ച് പൊട്ടി. ഇന്നിപ്പോ നമ്മൾ മോർച്ചറി നിറക്കിയ സമയത്ത് തലയിൽ നിന്ന് നല്ല ബ്ലഡ് വന്നു ബാക്കിന്ന്. രാഹുലിന് അതേപോലെ തലയടിച്ച് ഇവിടെ ഇങ്ങനെ പൊട്ടി, മൂക്കിന്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അമിത വേഗതയിലായിരുന്നു. രാഹുൽ നല്ല അമിത വേഗതയിലായിരുന്നു. നവാസ് എന്ന് പറഞ്ഞാൽ തിരിയാൻ വേണ്ടി, അതായത് വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടി വളച്ചു വെച്ചിട്ട് നിന്ന മട്ടമാണ്. അങ്ങനെ എടുക്കാനും കൊണ്ടുവന്ന് അങ്ങിടിച്ച്. രാഹുലിന്റെ വരവ് നവാസ് കണ്ട പോലും ഇല്ല. യഥാർത്ഥത്തിൽ സെക്കൻഡ് കൊണ്ടാണ് വന്ന് അങ്ങിടിച്ച് കളഞ്ഞത്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ കൂടുതൽ നിരന്തരം. ഇന്നും രാവിലെ ഒരാളിന് ആക്സിഡന്റ് ഉണ്ടായി. ഒരു മത്സ്യത്തൊഴിലാളി, മത്സ്യക്കച്ചവടക്കാരൻ മത്സ്യം എടുത്തിട്ട് വന്ന് തൊട്ടപ്പുറത്ത് വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് പിന്നെ പുള്ളിയുടെ കാലിന്റെ എല്ല് പൊട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോ ഈ നവാസിന്റെ കുടുംബത്തെ എങ്ങനെയാണ് ഈ അവരുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും വിധേന ആരെങ്കിലുമൊക്കെ ഇനി സഹായിച്ചാലേ നടക്കുള്ളൂ. അല്ലാതെ അവരുടെ ജീവിതം മുമ്പോട്ട് പോലെ ഈ കുട്ടിയുടെ വിവാഹം നടത്തണമെങ്കിലും നല്ല ഭാരിച്ച ചെലവുകളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അവർക്ക്. കാരണം വേറെ സാമ്പത്തികപരമായി അവർക്കൊന്നുമില്ല. ഒരു ചെറിയൊരു ഷീറ്റിട്ട വീടാണുള്ളത്. അത് അവരെങ്ങൻ്റെ കടങ്ങളൊക്കെ എങ്ങനെ മേടിച്ചാണ് വീട് വെച്ചിട്ടുള്ളത്. ലോൺ എടുത്ത് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ആ ലോൺ പോലും ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. നവാസ് നല്ലൊരു മനുഷ്യനായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർക്കാർക്കും അങ്ങനെ ശല്യം എന്നുള്ള ഒരാളൊന്നുമില്ല. വേറെ ശീലങ്ങളൊന്നുമില്ല. പുള്ളി ഈ ബിസിനസ്, അതായത് ഈ ബോട്ടിൽ നടത്തുക, അത് കഴിഞ്ഞ് നേരെ മക്കളും ഭാര്യയായി വീട്ടിൽ, അല്ലാതെ പുറത്തൊന്നും വലിയ സഞ്ചാരമൊന്നുമില്ല. വീടുമായിട്ട് മക്കളുമായിട്ടൊക്കെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് പോകുന്നത് മുമ്പോട്ട്. ഇപ്പോ പൊതുവെ നോക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു. എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പറയാം. നേരത്തെ നമ്മുടെ ഈ റോഡിലൊക്കെ ചെറിയ ചെറിയ അമ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഈ തീരദേശ റോഡുകളൊക്കെ ഫുള്ള് ഒരു അമ്പ് പോലും ഇല്ലാതെ അമ്പൊക്കെ എല്ലാം എടുത്തു കളഞ്ഞ് ഈ അതായത് ഒരു മണൽ പോലും ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഒന്നും ഒരു ചവിട്ടൊക്കെ ഇല്ല, വെച്ചങ്ങ് കത്തിക്കുകയാണ്. ഈ യാദർച്ഛികമായി ഏതെങ്കിലും പാവങ്ങൾ ഒരു ഇടവഴിയിൽ നിന്ന് വന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നത്. അപകടങ്ങൾ എന്റെ പ്രദേശത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് നല്ല രീതിയിലൊക്കെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു
ഇതോടെ എന്നെ സംബന്ധിച്ച് പറയാൻ 6-7 മരണമായി ആ പ്രദേശത്ത്, ആ ചുറ്റുവട്ടത്ത് മാത്രം തന്നെ. ഒരാൾ പോസ്റ്റിലിടിച്ച് മരിക്കുന്നു, വേറൊരാൾ വണ്ടി വന്നിടിച്ച് അടുത്ത് തെറിച്ച് മരിക്കുന്നു. കാരണം അപ്പൊ ഈ അമ്പ് ഒന്നുണ്ടായിരുന്ന ആൾ ഇവര് അവിടെ അമ്പ് ഉണ്ടെന്നുള്ള ഒരു ഭയത്തിൽ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കണ്ണടച്ചെണ്ണം കൊടുക്കുക. അതുപോലെ ഇപ്പൊ ഇറങ്ങുന്ന 2 വീലർ വാഹനങ്ങൾ എന്ന് വെച്ചാൽ പഴയ മോഡലൊന്നും അല്ല, എല്ലാം കൈ വെച്ചാൽ മതി, പവറിൽ അങ്ങ് നിൽക്കുകയാണ്. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടം കൂടണമല്ലാതെ കുറയില്ല. അതിനൊരു നിയന്ത്രണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ മനുഷ്യർ അവിടെ തെറിച്ച് മരിക്കും. ആക്സിഡന്റായി വണ്ടി ഇടിച്ചിടിച്ച് അവിടെ വീണ് മരിക്കും. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. രാഹുൽ ഏക മകൻ. രാഹുൽ ഏകമകനാണ്. പിന്നെ അമ്മയ്ക്കും അച്ഛനിക്കും ഒറ്റ മകനാണ്. 10 വർഷം കൊണ്ട് കാത്തിരുന്ന് കല്യാണം അതായത് കിട്ടിയതാണ് ഈ പയ്യൻ. 21 വയസ്സാണ്. കൊച്ചു പയ്യനാണ്. അവനും നല്ല പഠിക്കുന്ന കുട്ടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴക്കൂട്ട സ്കൂളിൽ അങ്ങനെ കോളേജിൽ പഠിക്കുന്നതാണ്. വർക്കലയാണ് അവിടെ വീട്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു മകനേ ഉള്ളൂ. അവർ രണ്ടുപേരും അവിടെ മോർച്ചറിയിലും വന്നില്ല, ഇന്നലെ ഇങ്ങോട്ട് വന്നില്ല. കാരണം അവർക്ക് താങ്ങാൻ കഴിയൂലല്ലേ, ആ അവസ്ഥയാണ്. ഇങ്ങനെ ഓരോ ജീവനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് അതിനകത്ത് ഇടപെടൽ നടത്തിയാലേ പറ്റുള്ളൂ. ഗവൺമെന്റ് നിർബന്ധം ട്രാഫിക്കും മറ്റേ ഈ MD മറ്റേ ഇവരുണ്ടല്ലോ വെഹിക്കിള്, അവരൊക്കെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. അല്ല റോഡിന്റെ ഫുള്ള്, അതായത് നമ്മളിപ്പോ ഒരു 60 മൈൽ സ്പീഡ് വെച്ചാൽ അവിടെ 80 പോവുള്ളൂ. പക്ഷെ അവർക്ക് പറഞ്ഞ പെറ്റിയെന്ന് തോന്നുന്നു. ചിലപ്പോൾ വന്ന ഒരു 1500 രൂപ പെറ്റി വന്നാൽ അത് അദാലത്ത് വരെ ആണെങ്കിൽ 300 രൂപയല്ലോ ഒതുങ്ങും. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് അതിനകത്ത് വലിയ ഭയമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർ, നമ്മളെ ചെറുപ്പക്കാർ മക്കളെന്ന് വെച്ചാൽ ഈ 300 വലിയ കാര്യമല്ല അവർക്ക്. പിന്നെ പാഞ്ഞങ്ങ് പോവുകയാണ്. വന്നാൽ ഒരു 300 രൂപ, അതായത് ഒരു കോടതി ഒരു അദാലത്ത് വയ്ക്കുമ്പോൾ ആ 300 രൂപ എല്ലാം അടച്ചങ്ങ് പോയാൽ മതിയല്ലേ. ഈ അപകടം വരുത്തുന്നതിൽ പ്രധാനം ഈ കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര സ്പീഡ്. യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ മക്കൾ തന്നെയാണ്. കാരണം നല്ല സ്പീഡിലാണ് അവർക്കെന്ന് വെച്ചാൽ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് റോട്ടിലെ രാജാവ് എന്നുള്ള രീതിയിലാണ് പോണത്. പരമാവധി നമ്മുടെ അനിയന്മാരുടെ പ്രായമൊക്കെയാണ് പറഞ്ഞ മക്കൾ. അവരോട് പറയാനുള്ളത് പരമാവധി സൂക്ഷിച്ചു പോയാൽ നമുക്ക് ദീർഘനാൾ ജീവിച്ചിരിക്കാം. ഇല്ല ഇതേപോലെ അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നഷ്ടപ്പെടുന്നത് നമ്മളെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ മാതാവിനും പിതാവിനും തന്നെയാണ്. അവരുടെ കണ്ണീര് നമ്മൾ കാണുന്നില്ല മരിച്ചു പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നാട്ടുകാർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ സമൂഹത്തിൽ നമ്മളെ തലമുറ ഇനിയും നല്ല രീതിയിലൊക്കെ വാർത്തെടുക്കാൻ കഴിയും. മാത്രമല്ല ഈ കഠിനകുളം പുതുക്കുറിശി തീരദേശം, ഈ ഒരു ദേശീയപാതയിൽ വലിയ അപകടങ്ങൾ ഈ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടും. എല്ലാ ദിവസവും കഠിനകുളം 5 തെങ്ങ് പോലീസ് സ്റ്റേഷന്റെ പരിധി എടുത്താൽ ഫുള്ള് എല്ലാ ദിവസവും ഉണ്ട്. അവിടെയൊന്നും വേണ്ട രീതിയിലുള്ള ട്രാഫിക് നിയമങ്ങൾ ഇല്ല. അത് തന്നെയാണ്. അപ്പൊ അതൊരു അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം തീർച്ചയായിട്ടും നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് കാര്യം അത് തന്നെയാണ്. കാരണം ഞങ്ങൾ ഇനി അവിടെ ഞങ്ങളുടെ പ്രദേശത്ത് കുറെ ജനങ്ങൾ കൂടിയിട്ട് ബന്ധപ്പെട്ട അധികാരിയുമായി ബന്ധപ്പെട്ട് ഈ റോഡുകളിൽ അമ്പ് വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ തൊട്ടടുത്ത് ക്രിസ്ത്യൻ ചർച്ചുണ്ട്, അവിടെ കുട്ടികൾ ട്യൂഷനിക്ക് പോകുന്നതുണ്ട്. തൊട്ടിപ്പുറത്ത് മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്, അവിടെ മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികളുണ്ട്. രാവിലെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് വല്ലാത്ത സ്പീഡിലാണ്. അപ്പൊ ഈ പ്രദേശത്തെങ്കിലും ഒരു അമ്പ് വെച്ചാൽ ആ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാവും. ഇവർക്ക് വരുന്നവരും യാത്രക്കാരും പതിയെ സമാധാനത്തിൽ പോവുകയും ചെയ്യും. അത് നിർബന്ധ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് പൊതുജനങ്ങൾ അത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം. നവാസിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിലാണ്. അത് ചേരമാന്തുരത്ത് പള്ളിയാണ്. അപ്പോ ഈ നാട്ടുകാരെ ഒന്നടങ്കം തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ഈ ബോഡി കൊണ്ടുവന്നപ്പോൾ തന്നെ ഏതാണ്ട് 1000-ഓളം ആൾക്കാർ പങ്കെടുത്തു. അവരെല്ലാവരും കണ്ണീരോടുകൂടിയാണ് പോയത്. ഒരു മനുഷ്യൻ പോലും കരയാത്തൊരു മനുഷ്യനില്ല. കാരണം അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ് നവാസിനെ സംബന്ധിച്ച് വേറൊരു അലിഗേഷൻ ഇല്ല. തീർച്ചയായിട്ടും ഈ നാട്ടിന്റെ എല്ലാ ഒരു വിഷയത്തിലും, അതായത് നല്ല കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി കൂടെയാണ്. പുള്ളിക്ക് 45 വയസ്സുണ്ട്. ഇനി ജീവിക്കാൻ എത്ര വർഷം കിടക്കണം? പുള്ളി സ്വപ്നം കണ്ട അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ബാലൻസ് ഉണ്ടായിരുന്ന ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അടച്ചിട്ടെടുത്തിട്ട് വന്ന വരവാ. ആ ഭക്ഷണങ്ങൾ മൊത്തം ആ റോട്ടിൽ ചെതറി കിടക്കുകയായിരുന്നു. വളരെ ഹൃദയം നുറുങ്ങുന്ന ഒരു അപകടം തീർച്ചയായിട്ടും തന്നെയാണ്. അതിനകത്ത് ഓർമ്മ തീർച്ചയായിട്ടും. കാരണം ആ ആക്സിഡന്റ് നടന്നപ്പോൾ തന്നെ അവിടെ ഏതാണ്ട് ഒരു 500-ഓളം ആൾക്കാർ കൂടി. അവർക്കൊന്നും വായി കൈ കൂടാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഈ നവാസിനെ സംബന്ധിച്ച്, ഈ രാഹുൽ എന്നുള്ള പേരെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല. എന്നാൽ കൊച്ചു മകൻ എന്നുള്ളൊരു ആ ഒരു വേദന അവർക്കും നാട്ടുകാർക്കും ഉണ്ട്. ഈ രാഹുലും കൊച്ചുമകനാണല്ലോ. കാരണം 21 വയസ്സല്ലേ ആയുള്ളൂ. ആ വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ട് നാട്ടുകാർക്ക്. അതിനകത്ത് പറയുന്നില്ല. മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുക്കങ്ങളെന്ന് വെച്ചാൽ അവരിപ്പോ 2 ദിവസത്തിനകത്ത് കടയൊക്കെ അടച്ചുകൊണ്ട് കല്യാണത്തിൽ ആൾക്കാരൊക്കെ ക്ഷണിക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് നവാസിന്റെ ഉമ്മയെ കണ്ടിട്ട് വന്ന വരവാണ്. വന്നിട്ട് കടയും അടച്ചുകൊണ്ട് ഇറങ്ങിയ വരവായിരുന്നു ഇത്.